നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും മിഡ് ഈസ്റ്റ് അവറിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ ആദ്യം. ദുബായിൽ സുപ്രധാന സർക്കാർ സ്ഥാപനങ്ങൾക്ക് പുതിയ മേധാവികളെ നിയമിച്ച് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ഉത്തരവിറക്കി. വിദ്യാഭ്യാസ അതോറിറ്റിയായ KHDA, സിവിൽ ഏവിയേഷൻ അതോറിറ്റി, കോടതി, ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് എന്നിവയ്ക്കാണ് പുതിയ ഡയറക്ടർ ജനറൽമാരെ നിയമിച്ചത്. വിദ്യാഭ്യാസ അതോറിറ്റിയായ നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ KHDA ഇനി ഐഷ അബ്ദുള്ള മിറാൻ നയിക്കും. അതോറിറ്റിയുടെ ഡയറക്ടർ ജനറലായാണ് നിയമനം. ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഡയറക്ടർ ജനറലായി മുഹമ്മദ് അബ്ദുള്ള ലൻകാവിയെ നിയമിച്ചു. ഡോക്ടർ സെയ്ഫ് അബ്ദുള്ള ഗാനിം അൽ സുവൈദിയാണ് ദുബായ് കോടതികളുടെ പുതിയ ഡയറക്ടർ ജനറൽ. ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ ഡയറക്ടർ ജനറലായി മർവാൻ അഹമ്മദ് ബിൻ ഖാലിദിനെ നിയമിച്ചും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാൻ കൂടിയായ കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ഉത്തരവിട്ടു. സ്ഥാനമൊഴിയുന്ന മേധാവികൾ സുൽത്താൻ ബുത്തി ബിൻ മെജ്റാൻ, താരിഷ് ഈദ് അൽ മൻസൂരി, മുഹമ്മദ് അബ്ദുള്ള അഹ്ലി, ഡോക്ടർ അബ്ദുള്ള മുഹമ്മദ് അൽ കറം എന്നിവർക്ക് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ, ഉപഭരണാധികാരി ഷെയ്ഖ് മക്തൂം എന്നിവർ നേരിട്ടെത്തി ആശംസകൾ നേർന്നു. മീഡിയ 1 ദുബായ്. സൗദിയുടെ സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ 7 വർഷത്തിനിടെ സുപ്രധാന വളർച്ച കൈവരിച്ചു. ആഭ്യന്തരോൽപാദനത്തിലും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുമാണ് രാജ്യം വലിയ മുന്നേറ്റം നടത്തിയത്. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ ധനകാര്യമന്ത്രിയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കഴിഞ്ഞ 7 വർഷങ്ങൾക്കിടെ സൗദിയുടെ സമ്പദ് വ്യവസ്ഥ ബഹുദൂരം കുതിച്ചതായി ധനകാര്യമന്ത്രി മുഹമ്മദ് അൽ ജദ്യാനാണ് വ്യക്തമാക്കിയത്. സമ്പദ് വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണമാണ് നേട്ടത്തിന് പിന്നിലെ പ്രധാന കാരണം. രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനം ഈ കാലയളവിൽ 2.5 ട്രില്യൺ റിയാലിൽ നിന്ന് 4.15 ട്രില്യൺ റിയാലായി ഉയർന്നു. ടൂറിസം, വ്യവസായം, ലോജിസ്റ്റിക് സേവനങ്ങൾ, കായികരംഗം തുടങ്ങിയ എണ്ണ ഇതര മേഖലകളാണ് ഇതിൽ സുപ്രധാന പങ്കുവഹിച്ചത്. നിലവിൽ GDPയുടെ 35% മാത്രമാണ് എണ്ണ വരുമാനം. മുൻപ് ഇത് 70%-ഓളമായിരുന്നു. രാജ്യത്തെ ബജറ്റ് കമ്മി 15%-ൽ നിന്ന് 2%-ആയി കുറഞ്ഞതായും മന്ത്രി വ്യക്തമാക്കി. കൂടാതെ കഴിഞ്ഞ വർഷം മാത്രം രാജ്യത്ത് 8 ലക്ഷം പുതിയ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിച്ചത്. തൊഴിലില്ലായ്മ നിരക്ക് നിലവിൽ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിലയിലാണെന്നും മന്ത്രി വ്യക്തമാക്കി. തമീം CP, മീഡിയ 1 റിയാദ്. സൗദിയുടെ എണ്ണ ഇതര വരുമാനത്തിൽ നടപ്പുവർഷവും വളർച്ചാ വർധനവ് രേഖപ്പെടുത്തുമെന്ന് പ്രവചനം. ടൂറിസം, വിനോദം, റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വളർച്ച സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകും. സൗദി സാമ്പത്തിക ആസൂത്രണ മന്ത്രിയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. സൗദിയുടെ എണ്ണ ഇതര വരുമാനത്തിൽ ഈ വർഷവും വർധനവ് രേഖപ്പെടുത്തുമെന്ന് പ്രവചിച്ചതായി സൗദി സാമ്പത്തികാസൂത്രണ മന്ത്രി ഫൈസൽ അലി ഇബ്രാഹിം പറഞ്ഞു. ദാവോസിൽ നടക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിൽ എണ്ണ ഇതര വരുമാനത്തിന്റെ GDP 4.5%. ടൂറിസം, വിനോദം, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങളെ വിലയിരുത്തിയാണ് പ്രവചനം. ടൂറിസം മേഖല ഈ വർഷം 4.4% വളർച്ച കൈവരിക്കുമെന്നും പ്രവചനം വ്യക്തമാക്കുന്നു. പശ്ചിമേഷ്യയിൽ 2 തരം രാജ്യങ്ങളാണ് ഉള്ളത്. എന്നാൽ വെല്ലുവിളികളും പ്രയാസങ്ങളും നേരിടുന്നവയാണ് രണ്ടാമത്തേതെന്നും മന്ത്രി വ്യക്തമാക്കി. നൌഷാദ് രിക്കൂർ, മീഡിയ 1, ദമ്മാം. സൗദി അറേബ്യ വ്യോമയാന യാത്രക്കാരിൽ വലിയ വർധനവ് ലക്ഷ്യമിടുന്നതായി ഏവിയേഷൻ അതോറിറ്റി. അടുത്ത 6 വർഷത്തിനിടെ രാജ്യത്തെ വ്യോമയാന യാത്രക്കാർ 33 കോടിയിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യം. ഇവയുടെ 10% ട്രാൻസിറ്റ് യാത്രക്കാരായിരിക്കുമെന്നും അതോറിറ്റി പ്രസിഡന്റ് പറഞ്ഞു. സൗദിയിൽ നിന്നുള്ള വ്യോമയാന യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ലക്ഷ്യമിടുന്നതായി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ പ്രസിഡന്റ് അബ്ദുൽ അസീസ് അൽ ദുവൈലിജ് പറഞ്ഞു. ഇന്ത്യയിൽ നടന്ന വിങ്സ് ഇന്ത്യ 2024 എക്സിബിഷൻ കോൺഫറൻസിനോടനുബന്ധിച്ച് നടന്ന മന്ത്രിതല സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2030 രാജ്യത്തെ വിമാനയാത്രക്കാരുടെ എണ്ണം 33 കോടിയായി ഉയരും. ഇവയിൽ 10% ട്രാൻസിറ്റ് യാത്രക്കാരായിരിക്കുമെന്നും അബ്ദുൽ അസീസ് വ്യക്തമാക്കി. എയർ കാർഗോ നീക്കം നിലവിലെ 8 ലക്ഷം ടണ്ണിൽ നിന്നും 2030 45 ലക്ഷം ടണ്ണായി ഉയർത്തും. രാജ്യത്തെ ഏറ്റവും വലിയ പദ്ധതികളിലൊന്നായ ലോജിസ്റ്റിക്സ് ഹബ്ബ് സ്ഥാപിതമാകുന്നതോടെ ഇത് നിറവേറുമെന്നും ഗാക്ക പ്രസിഡന്റ് പറഞ്ഞു. നൌഷാദ് രിക്കൂർ, മീഡിയ 1, ദമ്മാം. സൗദിയിലെ സിനിമാ മേഖല കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടെ വലിയ വളർച്ച കൈവരിച്ചു. പ്രതിവർഷം 900 മില്യൺ റിയാലിലധികം വരുമാനമാണ് മേഖലയിൽ നിന്നും ലഭിക്കുന്നത്. സൗദി ഫിലിം അതോറിറ്റി സംഘടിപ്പിച്ച വെർച്വൽ മീറ്റിംഗിലാണ് മേഖലയിലെ രാജ്യത്തിന്റെ വളർച്ച ചർച്ചയായത്. ബോക്സ് ഓഫീസിലെ സൗദി ചിത്രങ്ങൾ എന്ന തലക്കെട്ടോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാജ്യത്തെ സിനിമാ രംഗത്തെ പ്രമുഖരും വിദഗ്ധരും സിനിമാ പ്രേമികളും പരിപാടിയിൽ സംബന്ധിച്ചു. രാജ്യത്ത് സിനിമാ തിയേറ്ററുകൾ വീണ്ടും തുറന്നതു മുതലാണ് മേഖലയിൽ വളർച്ച ശക്തമായത്. നിലവിൽ 69 തിയേറ്ററുകളിലായി 627 സ്ക്രീനുകളിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്.
കഴിഞ്ഞ വർഷം മാത്രം 1.7 കോടി ടിക്കറ്റുകളാണ് ഇവിടെ വിറ്റഴിച്ചത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സിനിമാ മേഖലകളിലൊന്നായി സൗദി മാറിയതായും അധികൃതർ വ്യക്തമാക്കി. ചലച്ചിത്ര നിർമ്മാണത്തിനായി സർക്കാർ സ്വകാര്യ മേഖലകളുടെ സഹകരണത്തോടെ നിരവധി പദ്ധതികൾക്കും ചർച്ചയിൽ ധാരണയായി. മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്താനും പ്രതിഭകളെ കണ്ടെത്തി ആവശ്യമായ പിന്തുണ നൽകാനും തീരുമാനിച്ചു. തമീം CP, മീഡിയ വൺ റിയാദ്. ഖത്തർ പോലീസ് കോളേജിൽ നിന്നുള്ള 6ാമത് ബാച്ച് സേവനപാതയിലേക്ക്. അൽ സൈലിയ പോലീസ് അക്കാദമിയുടെ ഭാഗമായ പോലീസ് കോളേജിൽ നിന്നുള്ള 107 ബിരുദധാരികളാണ് പരിശീലനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത്. ഖത്തർ, ഫലസ്തീൻ, ജോർദാൻ, ഇറാഖ്, തുനീഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ബിരുദധാരികളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. മിലിറ്ററി പരേഡ്, പുതിയ കേഡറ്റുകളുടെ മാർച്ച് എന്നിവയ്ക്ക് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി സാക്ഷ്യം വഹിച്ചു. പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി, ഒമാൻ ആഭ്യന്തരമന്ത്രി സെയ്ദ് ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദി, ജോർദാൻ ആഭ്യന്തരമന്ത്രി മാസിൻ അബ്ദുള്ള ഹിലാൽ അൽ ഫറായി, ഫലസ്തീൻ ആഭ്യന്തരമന്ത്രി മഹ്മൂദ് ഹബ് അൽ റേ, ലബനൻ ആഭ്യന്തരമന്ത്രി ബഹാം മൗലവി തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളും സന്നിഹിതരായിരുന്നു. മീഡിയ വൺ, ദോഹ. കുവൈറ്റിൽ അനധികൃത താമസക്കാരായ പ്രവാസികളുടെ നാടുകടത്തൽ തുടരുമെന്ന് അധികൃതർ. 2020 മുമ്പുള്ള റെസിഡൻസി നിയമലംഘകർക്ക് താമസരേഖ പുതുക്കാനുള്ള അവസരം നൽകുമെന്ന് കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു. ആ തീരുമാനം താൽക്കാലികമായി പിൻവലിച്ചു. അതിനിടെ 2000-ഓളം വിസ നിയമലംഘകർ 600 ദിനാർ പിഴ ഒടുക്കി റെസിഡൻസി പുതുക്കിയതായി പ്രാദേശിക മാധ്യമമായ അൽ സയ്യാസ റിപ്പോർട്ട് ചെയ്തു. റെസിഡൻസി ലംഘനക്കാരെ രാജ്യത്ത് നിന്ന് നാടുകടത്തുന്നത് തുടരുമെന്നും അധികൃതർ അറിയിച്ചു. 1 ലക്ഷത്തിലേറെ അനധികൃത താമസക്കാർ രാജ്യത്ത് താമസിക്കുന്നുണ്ടെന്നാണ് സർക്കാർ കണക്കുകൾ. പുതിയ തീരുമാനം റദ്ദാക്കിയതോടെ അടുത്ത ദിവസങ്ങളിൽ രാജ്യത്ത് സുരക്ഷാ പരിശോധന ശക്തമാക്കുമെന്നാണ് സൂചനകൾ. കടകളിലും സ്ഥാപനങ്ങളിലും പരിശോധന ശക്തമാക്കി കുവൈത്ത് വാണിജ്യ മന്ത്രാലയം. ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാണെന്ന് ഉറപ്പുവരുത്താനും അവയുടെ വില സ്ഥിരത പരിശോധിക്കാനും മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കാനുമാണ് സ്ഥാപനങ്ങളിൽ പരിശോധന. കഴിഞ്ഞ ദിവസം പച്ചക്കറിയിൽ അമിത വില ഈടാക്കിയ സ്ഥാപനവും കാലാവധി കഴിഞ്ഞ മാംസം വിറ്റതിന് 3 റെസ്റ്റോറന്റുകളും അടച്ചുപൂട്ടിയിരുന്നു. റമദാൻ വിൽപ്പനയ്ക്കായി വെച്ച 1/2 ടൺ ഭക്ഷ്യവസ്തുക്കൾ ഷുവൈക്കിലെ ഗോഡൌണിൽ നിന്നും പരിശോധനയിൽ പിടികൂടി. പരിശോധനകളിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്നും വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ദുബൈയിലെ ആദ്യത്തെ വെർട്ടിക്കൽ അർബൻ റിസോർട്ട് സന്ദർശിച്ച ദുബായ് ഭരണാധികാരി അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ ദുബൈയുടെ സ്ഥാനം കൂടുതൽ ശക്തമാക്കുന്നതാണ് ഈ പദ്ധതിയെന്ന് ഷെയ്ഖ് മുഹമ്മദ് അഭിപ്രായപ്പെട്ടു. വൺ ആൻഡ് ഓൺലി സബീൽ എന്ന പേരിലാണ് ദുബൈയിൽ ആദ്യത്തെ വെർട്ടിക്കൽ അർബൻ റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കിരീടാവകാശി ഷെയ്ഖ് ഹംദാനും ഉപഭരണാധികാരി ഷെയ്ഖ് മക്തൂമും ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദിനൊപ്പം റിസോർട്ടിലെ സൗകര്യങ്ങൾ വിലയിരുത്താനെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ റിസോർട്ട് സഞ്ചാരികൾക്ക് തുറന്നുകൊടുത്തത്. കേഴ്സണർ ഇന്റർനാഷണൽ വികസിപ്പിച്ചെടുത്ത ഈ റിസോർട്ടിൽ 229 ആഡംബര മുറികളും സ്യൂട്ടുകളുമുണ്ട്. 15 നിലകളിലായാണ് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വിവിധ കായിക വിനോദത്തിനുള്ള സൗകര്യവും ഇവിടെയുണ്ടാകും. ദുബൈയിലെ ഏറ്റവും നീളമേറിയ ഇൻഫിനിറ്റി പൂളും ഈ റിസോർട്ടിലാണ്. ഭൂനിരപ്പിൽ നിന്ന് ഉയർന്ന് വെള്ളം കവിഞ്ഞൊഴുകുന്ന ഒറ്റനോട്ടത്തിൽ അതിരില്ലെന്ന് തോന്നിക്കുന്ന നീന്തൽക്കുളങ്ങളാണ് ഇൻഫിനിറ്റി പൂൾ. 120 മീറ്ററാണ് ഇവിടുത്തെ ഇൻഫിനിറ്റി പൂളിന്റെ നീളം. തറയിൽ നിന്ന് 100 മീറ്റർ ഉയരത്തിലാണ് പൂൾ നിർമ്മിച്ചിരിക്കുന്നത്. മീഡിയ വൺ, ദുബായ്. GCC രാജ്യങ്ങളിൽ ട്രാഫിക് പിഴകൾക്ക് ഏകീകൃത രൂപമാണെന്നും ട്രാഫിക് പിഴകളിൽ പരാതിയുള്ളവർക്ക് റോയൽ ഒമാൻ പോലീസ് വഴി പരാതി നൽകാമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇത്തരം ഗതാഗത നിയമലംഘനങ്ങൾ ഒഴിവാക്കാൻ മറ്റു GCC രാജ്യങ്ങളിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് അവിടുത്തെ നിയമങ്ങൾ മനസ്സിലാക്കിയിരിക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു.
ട്രാഫിക് പിഴ ശരിയല്ലെന്നോ അല്ലെങ്കിൽ ഗതാഗത കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ലെന്നോ തോന്നുകയാണെങ്കിൽ ഇത്തരക്കാർക്ക് റോയൽ ഒമാൻ പോലീസിന്റെ ട്രാഫിക് വിഭാഗം വഴി പരാതി നൽകാവുന്നതാണ്. എന്നാൽ ഇതിന് പരിഹാരം ലഭിക്കാൻ കാലതാമസം പിടിക്കും. ഇത്തരക്കാർക്ക് പിഴ ലഭിച്ച GCC രാജ്യങ്ങളിൽ പോയി നേരിട്ട് പരാതിയും നൽകാവുന്നതാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. പിഴകൾ റോയൽ ഒമാൻ പോലീസ് വെബ്സൈറ്റ് വഴിയും അടക്കാവുന്നതാണ്. അതിനിടെ UAEയിൽ യാത്ര ചെയ്ത ചിലർക്ക് 100 കണക്കിന് റിയാൽ പിഴ വീണതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പരാതികൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിശദീകരണവുമായി റോയൽ ഒമാൻ പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത്. ചില GCC രാജ്യങ്ങളിൽ സ്മാർട്ട് റഡാറുകൾ നിലവിലുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ ഫോൺ ചെയ്യുന്നതും ട്രാക്കുകൾ മാറുന്നതും ഇത്തരം റഡാറുകൾ ഒപ്പിയെടുക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. മീഡിയ 1 മസ്കത്ത്. ദുബൈയിൽ റോഡ് ചുങ്കം ഈടാക്കാൻ 2 സാലിക് ഗേറ്റുകൾ കൂടി വരുന്നു. ബിസിനസ് ബേ ക്രോസിംഗിലും അൽസഫ സൗത്തിലുമാണ് പുതിയ ടോൾ ഗേറ്റുകൾ സ്ഥാപിക്കുന്നത്. നവംബർ മുതൽ പുതിയ ഗേറ്റുകൾ പ്രവർത്തന സജ്ജമാകും. അൽഹൈൽ റോഡ് വികസന പദ്ധതി പൂർത്തിയാകുന്നതോടെയാണ് ബിസിനസ് ബേ ക്രോസിംഗിൽ റോഡ് ചുങ്കമായ സാലിക് ഈടാക്കി തുടങ്ങുക. പ്രധാന ഹൈവേയായ ഷെയ്ഖ് സായിദ് റോഡിൽ അൽസഫയിൽ നിലവിലുള്ള ടോൾ ഗേറ്റിന് പുറമെ അൽ മൈദാൻ, ഉമ്മു ഷരീഫ് സ്ട്രീറ്റുകൾക്കിടയിൽ അൽസഫ സൗത്ത് എന്ന പേരിൽ മറ്റൊരു ടോൾ ഗേറ്റ് കൂടി നവംബറിൽ പ്രവർത്തനം ആരംഭിക്കും. അൽസഫയിലെ ഒരു ടോൾ ഗേറ്റ് കടന്ന് 1 മണിക്കൂറിനകം രണ്ടാമത്തെ ഗേറ്റ് കൂടി കടക്കുന്ന വാഹനങ്ങളിൽ നിന്ന് ഒരിക്കൽ മാത്രമേ ടോൾ ഈടാക്കൂ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, ദുബൈ അലൈൻ റോഡ്, റാസൽഹൂർ റോഡ്, അൽമനാമ സ്ട്രീറ്റ് എന്നിവ ഇടനാഴികളായി ഉപയോഗിക്കാനും ബദൽ റൂട്ടുകൾ പ്രയോജനപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് പുതിയ ടോൾ ഗേറ്റുകളെന്ന് RTA അറിയിച്ചു. നിലവിൽ 8 ഇടങ്ങളിലാണ് ദുബൈ നഗരത്തിൽ ടോൾ ഗേറ്റുകൾ ഉള്ളത്. പുതിയ 2 എണ്ണം കൂടി സ്ഥാപിക്കുന്നതോടെ ടോൾ ഗേറ്റുകളുടെ എണ്ണം 10 ആകും. മീഡിയ 1 ദുബായ്. കുവൈത്തിൽ പുതുതായി സ്ഥാനമേറ്റെടുത്ത വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യഹ്യയ്ക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് അഭിനന്ദനം. ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമൻ അൽ സഫാദി ആശംസകൾ നേർന്നു. ജോർദാനും കുവൈത്തും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതായും അൽ സഫാദി ഫോൺ സന്ദേശത്തിൽ വ്യക്തമാക്കി. ഇറാഖ് ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഫുആദ് ഹുസൈനും വിദേശകാര്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ നേർന്നു. കുവൈത്തും ഇറാഖും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതായും ഹുസൈൻ ഫോണിലൂടെ അൽ യഹ്യയെ അറിയിച്ചു. ലോകോത്തര കലാലയങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്നവർക്കും മികച്ച പഠനമാർഗങ്ങൾ തേടുന്നവർക്കും അവസരങ്ങളുമായി ഗൾഫ് മാധ്യമം എഡ്യൂകഫെ കുവൈത്തിലും എത്തുന്നു. ഫെബ്രുവരി 2-3 തീയതികളിൽ അബ്ബാസിയ അസ്പയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിലാണ് വിദ്യാഭ്യാസ കരിയർ മേള സംഘടിപ്പിക്കുന്നത്. ആരോഗ്യ സേവന രംഗത്തെ പ്രമുഖരായ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പാണ് മുഖ്യ പ്രായോജകർ. ഇന്ത്യയിലും UAEയിലുമായി ഏറെ ശ്രദ്ധേയമായ വിദ്യാഭ്യാസ പ്രദർശനം ആദ്യമായാണ് കുവൈത്തിൽ എത്തുന്നത്. തെന്നിന്ത്യൻ ചലച്ചിത്ര താരം മമത മോഹൻദാസ്, മെന്റലിസ്റ്റ് ആദി, മോട്ടിവേറ്റർ ഡോക്ടർ മാണി പോൾ, വെൽനസ് കോച്ച് മഹ്റൂഫ് സി എന്നിവർ പങ്കെടുക്കും. രജിസ്ട്രേഷൻ സൗജന്യമാണ്. കേന്ദ്രത്തിനെതിരെ യോജിച്ച പ്രതിഷേധം എന്നത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നാടകം മാത്രമാണെന്ന് അഡ്വക്കേറ്റ് M ലിജു. CPM-ഉം BJP-യും കേരളത്തിൽ പരസ്പര സഹകരണത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും ലിജു കുറ്റപ്പെടുത്തി. OICC ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ദമാമിലെത്തിയതായിരുന്നു ലിജു. കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന് UDF എതിരല്ല. എന്നാൽ എന്തിനാണ് പ്രതിഷേധമെന്നും കേരളത്തിന് ന്യായമായും ലഭിക്കേണ്ട അവകാശങ്ങളും സാമ്പത്തിക ബാധ്യതകളും എന്തൊക്കെയെന്നും ജനങ്ങൾക്ക് മുമ്പാകെ വ്യക്തമാക്കാൻ കേരള സർക്കാർ തയ്യാറാകണമെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് M ലിജു പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഈ കേന്ദ്ര അവഗണന എന്ന് പറയുമ്പോൾ അതിനെ വസ്തുനിഷ്ഠമായി അത് കേരളത്തിന്റെ ജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റുണ്ട്. എന്തുകൊണ്ടൊരു ധവളപത്രം പുറപ്പെടുവിച്ചുകൂടാ? കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയുടെ യഥാർത്ഥ വശം ജനങ്ങളുടെ മുമ്പ് വ്യക്തമാക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാവുന്നുണ്ടോ? പിന്നെ പ്രതിപക്ഷം എങ്ങനെ യോജിച്ച പക്ഷവും നടത്തും? യോജിച്ച ഒരു പ്രതിഷേധത്തിന്റെ ഒരു ശബ്ദം ഉയർത്തുന്ന ആളുകളെ തല്ലിക്കൊല്ലാൻ ഓർഡർ കൊടുത്തിട്ട് അത് ജീവനരക്ഷാ പ്രവർത്തനമാണെന്ന് പറയുന്നതിന് മുഖ്യമന്ത്രിയോട് യോജിച്ച പക്ഷവും വെളുപ്പാങ്കാലത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ ഇവിടെ കേന്ദ്രത്തിന്റെ പ്രതിയായിരിക്കുന്ന BJP സംസ്ഥാന പ്രസിഡന്റ് 37ഓളം കേസിൽ പ്രതിയാണ്. അത് കുഴപ്പണം കേസ് വരെ ഉണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പോലീസുകാരനെ വീട്ടിൽ പറഞ്ഞു വിടാത്ത ഒരു സർക്കാർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് വീഴ്പാങ്കാലത്ത് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു. ഇവർക്ക് എന്താ ആത്മാർത്ഥത? കേരളത്തിലെത്തിയ നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ഓടിയെത്തിയ മുഖ്യമന്ത്രിയുടെ ആത്മാർത്ഥതയെ ലിജു വിമർശിച്ചു. ഈ പ്രതിഷേധമാണോ പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോഴത്തേക്ക് കൈകൾ കൂട്ടിപ്പിടിച്ച ഒരു വിനീത വിധേയനായി മുഖ്യമന്ത്രി ഇന്ന് അതിനാണ്. ഗവർണർക്കെതിരെ പ്രതിഷേധമുള്ളപ്പോൾ മുഖ്യമന്ത്രി കണ്ടാൻ വേണ്ടില്ല. ഗവർണർ പോയ ഹർത്താൽ
ഇതിന്റെ എല്ലാം ആശാനായിരിക്കുന്ന ഗവർണറുടെ ഉടമസ്ഥനായി, അല്ലെങ്കിൽ ഗവർണറെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുമെന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു ശരീരഭാഷ കൊണ്ടെങ്കിലും ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കാൻ. ഞാൻ പറഞ്ഞത് ബഹളമൊന്നുമല്ല, കേന്ദ്രത്തോടുള്ള കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് വിട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പ്രതിഷേധമായാലും രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടായിരുന്നു. കണ്ടത് കൈ കൂട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അദ്ദേഹം കൈ വിടുന്നില്ല. എന്നിട്ട് ഇതിൽ വരുമ്പോൾ എടുക്കുന്ന പോലെ പോകാൻ നേരവും കൊണ്ടുവിടാൻ നിൽക്കുകയാണ്. ഇന്ത്യ മുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടും. രാഹുൽ ഗാന്ധി നയിക്കുന്ന ന്യായ് യാത്ര അതിനുള്ള മണ്ണൊരുക്കുമെന്നും എം ലിജു പറഞ്ഞു. OICC സൗദി നാഷണൽ പ്രസിഡന്റ് ബിജു കല്ലുമല, OICC ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജോണി പുതിയറ, ജലീൽ പള്ളുരുത്തി, സിറാജ് പുറക്കാട്, റോയി വർഗീസ് കരുമാടി, നിറാസ് ആലപ്പുഴ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദമ്മാം. മോദി അടക്കം ആര് വന്ന് പ്രചാരണം നടത്തിയാലും തൃശൂർ BJPക്ക് പിടിച്ചെടുക്കാനാവില്ലെന്ന് TN പ്രതാപൻ MP. തൃശൂരിൽ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് പാർട്ടി തീരുമാനിക്കും. നിലവിൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയുള്ള മണ്ഡലമായി തൃശൂർ മാറിയിട്ടുണ്ട്. മസ്കറ്റിൽ പ്രവാസി കൂട്ടായ്മയുടെ പരിപാടിയിലായിരുന്നു പ്രതാപന്റെ പ്രതികരണം. ആര് വിചാരിച്ചാലും തൃശ്ശൂരിൽ BJP ജയിപ്പിക്കാൻ കഴിയില്ല. ആര് വിചാരിച്ചാലും അരിയാഹാരം കഴിക്കുന്ന ഏത് മലയാളിക്കും അറിയാം, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് അറിയാം. അരിയാഹാരം കഴിക്കുന്ന മലയാളിക്കും തൃശ്ശൂർക്കാർക്കും അറിയാം, തൃശ്ശൂരിൽ ഒരു കാരണവശാലും BJP ജയിക്കില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ സ്ഥാനാർത്ഥികളുടെ പേര് ചുവരിൽ എഴുതുന്നത് ശരിയല്ല. ആ എഴുതിയ ചുവരെല്ലാം മായ്ക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഞാൻ ഇപ്പോൾ പ്രതിദാനം ചെയ്ത കോൺസ്റ്റിറ്റ്യുവൻസി നാഷണൽ ബേസിൽ ഭയങ്കര അറ്റൻഷനുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയായി മാറി. ഈ കോൺഗ്രസ് പ്രസിഡന്റ് വരുന്നു, പ്രധാനമന്ത്രി വരുന്നു, ഇനി അവിടേക്ക് എല്ലാ ദേശീയ നേതാക്കന്മാരും തൃശ്ശൂരിലേക്ക് വരുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിൻ്റെ ഒരു ത്രില്ലിലാണ്. കൈക്കൂലി വാങ്ങിയ കേസിൽ മുനിസിപ്പൽ കൗൺസിൽ അംഗത്തിനും ഉദ്യോഗസ്ഥനും 10 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ച് കുവൈത്ത് കോടതി. ജഡ്ജ് നായിഫ് അൽ ദഹൂം അധ്യക്ഷനായ ക്രിമിനൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കേസിലെ 3-ാം പ്രതിയായ വ്യവസായി 5 വർഷം കഠിന തടവിനും ശിക്ഷിച്ചു. നേരത്തെ ഭൂമി ഇടപാടിൽ കമ്പനിക്ക് അനുകൂലമായി 1 ലക്ഷം ദിനാർ കൈക്കൂലി വാങ്ങി മുനിസിപ്പൽ കൗൺസിലിൽ വോട്ട് ചെയ്തതിനെ തുടർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കുവൈത്ത് നാഷണൽ പെട്രോളിയം കമ്പനിയുടെ പ്രൊജക്ടുകളിൽ ജോലി ചെയ്യുന്നവർക്ക് മാന്യമായ പാർപ്പിട സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം നൽകി KNPC അധികൃതർ. തൊഴിലാളികൾക്ക് മികച്ച സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. കഴിഞ്ഞ ദിവസം മിന അബ്ദുള്ള അഹമ്മദി റിഫൈനറികളിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ കമ്പനി അധികൃതർ പരിശോധന നടത്തിയിരുന്നു. തൊഴിലാളി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി 8 ഭാഷകളിൽ ലേബർ നിയമങ്ങൾ വിശദീകരിക്കുന്ന ലഘുലേഖകൾ താമസ സ്ഥലങ്ങളിൽ വിതരണം ചെയ്തു. ഹൈറൈസ് ട്രേഡിംഗിന്റെ ഷോറൂം ഖത്തറിൽ ഉദ്ഘാടനം ചെയ്തു. ബർവ കൊമേഴ്സ്യൽ അവന്യൂവിലെ ഷോറൂം ഇറ്റാലിയൻ അംബാസിഡർ പൗലോ തോഷിയാണ് ഉദ്ഘാടനം ചെയ്തത്. തീം ബേസ്ഡ് ഷോറൂമുമായാണ് ഹൈറൈസ് ഷോറൂം മേഖലയിലേക്ക് കടക്കുന്നത്. ഇറ്റാലിയൻ ടൈലുകൾ, സാനിറ്ററി വെയർ, ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രമുഖ വിതരണക്കാരാണ് ഹൈറൈസ്. പ്രൊജക്ട് കേന്ദ്രീകരിച്ചുള്ള ബിസിനസ്സിലായിരുന്നു ഇതുവരെ ഹൈറൈസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഖത്തറിലുള്ളവർക്ക് ഇറ്റാലിയൻ ഗുണമേന്മ അനുഭവിക്കാനുള്ള അവസരമാണ് ഹൈറൈസ് എന്ന് ഇറ്റാലിയൻ അംബാസഡർ പറഞ്ഞു. I'm very proud to be here in the presence of great Italian companies who have come here from different regions, showing their incredible products, in particular mosaics and tiles and kitchen, everything that you need to set up a fantastic household. And I'm confident they will make many households in Qatar look as beautiful as ever. ഗുണമേന്മ ഉറപ്പാക്കുന്ന ഉൽപ്പന്നങ്ങളാകും ഹൈറൈസ് വഴി ലഭ്യമാക്കുകയെന്ന് മാനേജിംഗ് ഡയറക്ടർ ഷാജി എൻ നായർ വ്യക്തമാക്കി. We are here from last 15 years. We are in the project industry, but the showroom is new for us because we have a lot of variety of products, Italian quality, design-oriented products where I can showcase to my clients. So there are a lot of people, there are a lot of many clients, they were requesting why you are not showcasing the product. Well, we are very famous in the country, very familiar with all the contractors, but not familiar with the clients. Why? Because we are not directly involved with them. Now we are coming back, we are coming to the front face of the construction industry where we have our product to showcase. ആദ്യത്തെ നോട്ടത്തിൽ ഞെട്ടിച്ചിരിക്കുക ഷാജിയും മോൻ പ്രണവും ഇത് വളരെ പ്ലാൻ ചെയ്ത് അതിൻ്റെ
ഗുണം ഇപ്പോൾ കാണാനും ഉണ്ട്. ഇതേപോലെ ആയിരിക്കും ഫ്യൂച്ചറിൽ നമ്മുടെ നാട്ടിലും വരാനുള്ളത്. ഇറ്റാലിയൻ ട്രേഡ് ഏജൻസി കമ്മീഷണർ പൗലോ ലീസി, കമ്പനി സ്പോൺസർ അലി ഹമേദ് അൽ ഷഹ്വാനി, അസിസ്റ്റന്റ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ പ്രണവൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ 1 ദോഹ. ഖത്തറിലെ അൽ മദ്രസത്തുൽ ഇസ്ലാമിയ സ്കോളേഴ്സ് വിദ്യാർത്ഥികൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു. അൽഖോർ പാർക്കിലേക്കായിരുന്നു വിനോദയാത്ര. മദ്രസ പ്രിൻസിപ്പൽ KN മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു വിനോദയാത്ര. മദ്രസ അധ്യാപകരായ ഷിബ്ലി സിബഗത്തുള്ള, നൌഫൽ VK, ഹബീബ് റഹ്മാൻ, അബ്ദുൽ മുജീബ് എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. അൽഖോർ പാർക്കിൽ നടന്ന സമാപന പരിപാടി വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് മദ്രസ പ്രിൻസിപ്പൽ മുജീബ് റഹ്മാൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ നടക്കുന്ന കോഴിക്കോട് റവന്യൂ ജില്ലാ അറബിക് അധ്യാപക സംഗമവും സാഹിത്യ മത്സരങ്ങളും പൂനൂർ GMUP സ്കൂളിൽ ആരംഭിച്ചു. സംസ്ഥാന അറബിക് സ്പെഷ്യൽ ഓഫീസർ TP ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. 5 വേദികളിലായി നടന്ന അധ്യാപക മത്സരങ്ങളിൽ 16 ഇനങ്ങളിലായി 17 ഉപജില്ലകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുത്തു. അധ്യാപക സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വിരമിച്ച അധ്യാപകരുടെ സംഗമം ഹനീൻ ഏറെ ശ്രദ്ധേയമായി. സമ്മേളന സുവനീർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നാസർ എസ്റ്റേറ്റ് മുക്ക് പ്രകാശനം ചെയ്തു. ബ്രിട്ടനിൽ മഞ്ഞുവീഴ്ചയും അതിശൈത്യവും ശക്തം. സൗത്ത് ഈസ്റ്റ് ലണ്ടൻ, വെയിൽസ്, സ്കോട്ട്ലൻഡ്, മാഞ്ചസ്റ്റർ, നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിലാണ് മഞ്ഞുവീഴ്ച രൂക്ഷമായി തുടരുന്നത്. കനത്ത മഞ്ഞുവീഴ്ചയിൽ ഗതാഗതം ഉൾപ്പെടെ ജനജീവിതം താറുമാറായി തുടരുകയാണ്. മഞ്ഞുവീഴ്ചയെ തുടർന്നുണ്ടാകുന്ന ഗതാഗത തടസ്സവും മറ്റും ഒഴിവാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. കാൽനട യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് മാറ്റാൻ ഉദ്യോഗസ്ഥർ വഴികളിലെ മഞ്ഞ് നീക്കം ചെയ്യാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. സദേൺ ഇംഗ്ലണ്ടിന്റെയും വെയിൽസിന്റെയും പല ഭാഗങ്ങളിൽ താപനില -4 വരെ എത്തി. സ്കോട്ട്ലൻഡിൽ രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില -7 ഡിഗ്രിയാണ്. 2024 ആദ്യ മഞ്ഞുവീഴ്ചയ്ക്കാണ് ഇതോടെ ബ്രിട്ടൻ സാക്ഷ്യം വഹിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, മീഡിയ 1. ഇനി വിവിധ ഗൾഫ് നഗരങ്ങളിലെ താപനില നോക്കാം. ദുബായ് കുറഞ്ഞ താപനില 17 ഡിഗ്രി, കൂടിയ താപനില 26 ഡിഗ്രി. അബുദാബി 18-24. ദോഹ 15-24. കുവൈറ്റ് സിറ്റി 12-23. മനാമ 15-22 ഡിഗ്രി സെൽഷ്യസ്. ഇനി കറൻസി വിനിമയ നിരക്ക്. സൗദി റിയാൽ 22 രൂപ 16 പൈസ, UAE ദിർഹം 22 രൂപ 63 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 82 പൈസ, ഒമാൻ റിയാൽ 215 രൂപ 87 പൈസ, കുവൈറ്റ് ദിനാർ 269 രൂപ 98 പൈസ, ബഹ്റിൻ ദിനാർ 220 രൂപ 45 പൈസ.